ഈ വിധി നിരാശയാണ്. ഇത് അതിജീവിതയ്ക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ സർക്കാരിന് സാധിച്ചില്ല. ഭരണകൂടത്തിൻ്റെ കൃത്യമായ വീഴ്ച ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇപ്പം ഇന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ വിധി, കോടതി 6 പേരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. പക്ഷേ കോടതി കണ്ടെത്തേണ്ട കാര്യം, ഈ 6 പേർ എന്തിനു വേണ്ടിയാണ് ഈ കുറ്റം ചെയ്തത്? ഈ കുറ്റത്തിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന എന്ത്? ആരാണ് ഇവരെ പറഞ്ഞയച്ചത്? അത് കണ്ടുപിടിക്കണ്ടേ? ഇത് ഇന്നയാളുകൾ കുറ്റം ചെയ്ത് വളരെ കൃത്യമായിട്ട് അറിയാം. അവർക്ക് വേണ്ടിയല്ല, ഒരു കൂട്ടം ക്രിമിനലുകൾ ഇത് ചെയ്തത് മറ്റാരോ അതിന് പിന്നിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ ആളെ കണ്ടുപിടിക്കാൻ പ്രോസിക്യൂട്ടറിന് സാധിച്ചില്ല. ആ തെളിവുകൾ കൊണ്ടുവരാൻ വേണ്ടി അതിനകത്തേക്ക് വിധി കൊണ്ടുപോകാൻ ആ ജഡ്ജിക്കും സാധിച്ചില്ല. വളരെ കൃത്യമായ ആലോചന ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഈ ഗൂഢാലോചനയിൽ അകപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഭരണകൂട ഭാഗത്ത് തന്നെ വലിയ വീഴ്ചയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. കൃത്യമായ പ്രോസിക്യൂഷൻ വീഴ്ചയാണ്. അല്ലെങ്കിൽ ഈ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ വേണ്ടി കഴിയുന്നതായിരുന്നു. ഇക്കാര്യത്തിൽ ഉറപ്പാണല്ലോ, ഈ പ്രതികൾ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാളുടെ നിർദ്ദേശമില്ലാതെ, മറ്റൊരാൾ പറയാതെ അത് ചെയ്യില്ല ഈ സംഘം എന്നുള്ളത്. അവർ പൾസർ സുനി വളരെ കൃത്യമായിട്ട് അതിൻ്റെ തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മൊഴിയുണ്ട്, അദ്ദേഹത്തിൻ്റെ കത്തുണ്ടല്ലോ, കത്തെഴുതിയിരുന്നു. പിന്നെ ഈ ദിലീപ് പറഞ്ഞിട്ടാണ് ചെയ്തത് എന്ന് വളരെ കൃത്യമായി പൾസർ സുനിയുടെ കത്തുൾപ്പെടെ ഉണ്ടായിട്ടും അതൊന്നും എടുത്തിട്ടില്ല, തെളിവായി എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ കാര്യത്തിൽ. അപ്പോൾ വളരെ കൃത്യമായ വീഴ്ചയാണ് പ്രോസിക്യൂട്ടറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഭരണകൂടം വളരെ കൃത്യമായി ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തി.